ഗൈസ്, ഞാൻ രാവിലെ എണീറ്റ് കുളിച്ച് റെഡിയായി വന്നപ്പോഴേക്കും നിയോ ബേബി എണീറ്റു. അങ്ങനെ നിയോ ബേബി എണീറ്റ് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഞാൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. നിയോ ബേബി ഇപ്പോൾ ഇതാ ബോൾ എടുത്ത് ഒറ്റയ്ക്ക് എറിഞ്ഞ് കളിക്കാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ബോൾ എടുത്ത് പൊന്തിക്കുക, ചിലപ്പോൾ മൂക്കിൻ്റെ മുകളിൽ തട്ടും, പൊന്തിക്കുക താഴ്ത്തിക്കിടുക, അങ്ങനത്തെ കളി തുടങ്ങിയിട്ടുണ്ട് അമ്മമ്മയും നിയോ ബേബിയും കൂടിയിട്ട്. പൊന്നു മീനൊക്കെ പൊരിച്ച് നല്ല ഫുഡൊക്കെ കഴിച്ചിരിക്കുന്നുണ്ട്. നിയോ ബേബിക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. നിയോ ബേബിയുടെ വളയൊക്കെ അടിച്ചടിച്ച് ഒരു പരിവായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പൊട്ടി നിയോ ബേബിയുടെ വള മാറ്റാനായിട്ട് ഞങ്ങൾ റീഗൽ ജ്വല്ലറിയിൽ പോയി. അപ്പോൾ എടപ്പാളുള്ള റീഗൽ ജ്വല്ലറിയിൽ പോയി. നിയോ ബേബി അവിടെ എത്തിയപ്പോഴേക്കും ഭയങ്കര അവിടുത്തെ ആളുകളെയും കുട്ടികളെയും ഒക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷം. നിയോ ബേബിക്ക് വളമെടുക്കേണ്ട കാര്യമൊന്നുമല്ല. അങ്ങനെ അവിടെ ഒരുപാട് നേരം വാശിയൊക്കെ പിടിച്ച് കുറേ ആൾക്കാരൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് നിയോ ബേബി ഫുള്ള് ആക്റ്റീവ് മൂഡായിരുന്നു. അവിടുന്ന് വളയൊക്കെ എടുത്ത് സെറ്റായി വളയൊക്കെ കണ്ട് നമുക്കവിടെ നമ്മൾ പഴയ ഗോൾഡ് കൊടുക്കുമ്പോൾ അതിൻ്റെ പ്യൂരിറ്റി ചെക്ക് ചെയ്യാനുള്ള അവസരമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി 22 ക്യാരറ്റ് ഗോൾഡൊക്കെ തന്നെയല്ലെന്നൊക്കെ ചെക്ക് ചെയ്ത് അങ്ങനെ വളയൊക്കെ മാറ്റിയെടുത്ത് തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ പുതിയ വളയൊക്കെ ഇട്ടു. വരുന്ന വഴിക്ക് നമ്മുടെ രഘുവേട്ടനെ കണ്ടു. രഘുവേട്ടൻ എടപ്പാൾ സീനിയർ ഫോട്ടോഗ്രാഫറാണ്. രഘുവേട്ടനെ കണ്ട് നിയോ ബേബി വർത്താനൊക്കെ പറഞ്ഞു. വൈകുന്നേരം ഒരു ഷൂട്ടുണ്ട്. അപ്പോൾ JCയുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഇന്ന് ഇത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.